ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റപ്പോൾ കുറച്ച് വൈകിപ്പോയിട്ടോ. കാരണം തലേന്ന് ദിവസം രാത്രി തീരെ ഉറങ്ങിയിട്ടില്ല. കുഞ്ഞിപ്പെണ്ണിന് നല്ല പനിയായിരുന്നു കേട്ടോ. രാവിലെ തന്നെ ചെടികളുമായിട്ടുള്ളൊരു കിന്നാരം അത് ഡെയിലി ഉള്ളതാണ് കേട്ടോ. കുറച്ച് നേരം ഗാർഡനിൽ അങ്ങനെ നടക്കും. ചെടികളിലെ പുതിയ ഇലകൾ വന്നോ മുളകൾ വന്നോ എന്നൊക്കെ നോക്കി. രാവിലെ തന്നെ മൈൻഡൊന്ന് ഫ്രഷ് ആകാനും പോസിറ്റീവായിട്ടിരിക്കാനൊക്കെ ഇതെന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. തലേന്ന് ദിവസം മഴ പെയ്തപ്പോൾ ഷെയ്ഡിലേക്ക് എടുത്തു വെച്ച പ്ലാന്റ്സ് ആണ് കേട്ടോ. വെയിൽ കാണുമ്പോൾ പുറത്തോട്ട് എടുത്തു വെക്കും, പിന്നെ മഴ കാണുമ്പോൾ അകത്തോട്ട് എടുത്തു വെക്കും. ഇത് ഡെയിലി ഉള്ള പരിപാടിയാണ് കേട്ടോ. ചെടികളൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു, അപ്പം ഞാനതൊക്കെ ചെയ്ത് കൊടുക്കണേ കേട്ടോ. സമയം കിട്ടുന്നതനുസരിച്ചാണ് ഗാർഡനിലെ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത് കേട്ടോ. കുഞ്ഞുവാവ ഉള്ളത് കൊണ്ട് തന്നെ കൃത്യമായിട്ടൊരു ടൈം ഗാർഡനിങ്ങിൽ നമുക്ക് കിട്ടാറില്ല. എൻ്റെ കയ്യിലുണ്ടായിരുന്ന മിക്ക പ്ലാൻസുകളും നഷ്ടപ്പെട്ടു പോയിട്ടോ. കാരണം ഞാനിവിടെ വീട്ടിലുണ്ടായിരുന്നില്ല കുറച്ച് നാൾ. ഒരു 2 മാസത്തോളം ഹോസ്പിറ്റലിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 3 മാസത്തോളം ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ. വന്നു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പ്ലാൻസ് എല്ലാം നശിഞ്ഞ രീതിയിലായിരുന്നു കേട്ടോ. നമ്മുടെ ഗാർഡൻ നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ മനോഹരമായിരിക്കുന്നത് കാണാനല്ലേ നമ്മൾക്കിഷ്ടം. അങ്ങനെ രണ്ടാമത് ഞാനിപ്പോൾ അറേഞ്ച് ചെയ്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ. ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. പോട്ട് തിങ്ങിയിരിക്കണം. ഇതെല്ലാം റീപോർട്ട് ചെയ്യാനുള്ളതാണ് കേട്ടോ. ഇത് ഒരു വെണ്ടച്ചെമ്പരത്തിയാണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട്. പിന്നെ അതേ ഇതൊരു കാട്ടുചെടിയാണ് കേട്ടോ. പറമ്പിലും കാട്ടിലൊക്കെ ഉണ്ടാകുന്ന ഒരു ചെടിയാണ്, ഒരു വള്ളിച്ചെടിയാണ്. തുപ്പലാമ്പുട്ടി എന്നാണ് ഇതിൻ്റെ പേര്. 2 കളർ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു വൈറ്റും കൂടി ഉണ്ട്. അതിൽ പൂക്കൾ വിരിഞ്ഞിട്ടില്ല കേട്ടോ. ടോട്ടലി 3 കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇതിന്. അതിൽ കൂടുതലുണ്ടോ എന്ന് എനിക്കറിയില്ല. 3 എണ്ണമാണ് എൻ്റെ അറിവിലുള്ളത് കേട്ടോ. യെല്ലോ കളറും കൂടി ഉണ്ട്. അപ്പോൾ അത് എവിടെ നിന്നെങ്കിലും ഒപ്പിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഞാൻ. കലാഞ്ചിയോ പ്ലാന്റ്സൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. പ്രൂൺ ചെയ്ത് കൊടുത്തൊരു പ്ലാന്റാണ് കേട്ടോ ഇത്. പ്രൂൺ ചെയ്യുമ്പോൾ ചെടികൾ ഇതുപോലെ നല്ല ഭംഗിയിലും ഹെൽത്തിയിലും വളരും കേട്ടോ. പൂക്കൾ ഉണ്ടായിട്ടില്ല, വർഷത്തിലൊരിക്കലേ ഇതിൽ പൂക്കൾ ഉണ്ടാവുള്ളൂ. ഉണ്ടായി കഴിഞ്ഞാൽ 1 മാസത്തോളം നല്ല ഭംഗിയിൽ നിൽക്കും കേട്ടോ. അങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ വിങ്ക പ്ലാന്റിന് സീഡ്സൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും പറിക്കാൻ പാകത്തിനായിട്ടില്ല കേട്ടോ. ഇതിൻ്റെ അരികൾ ഒരു ബ്ലാക്ക് കളറായി കഴിയുമ്പോഴേ നമുക്കിത് പറിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ. സീഡ്സ് കളക്ട് ചെയ്ത് സൂക്ഷിച്ച് വെക്കണമെങ്കിൽ മഴ കഴിയുമ്പോഴേക്കും നമുക്ക് പാകി കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിലുള്ളൊരു സ്നേക്ക് പ്ലാന്റ് ആണ് കേട്ടോ. ഇതിനൊരു ബേബി പ്ലാന്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല ക്യൂട്ടായിട്ട് തോന്നിയത് കാരണം ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ. നല്ല രസമില്ലേ അതിനെ കാണാനായിട്ട്. ഇവിടെ കുറച്ച് പ്ലാന്റ്സൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അലോവേര, റിയോ പ്ലാന്റ്, സൺസെറ്റ് ബെൽ പ്ലാന്റ്, കലാഞ്ചിയോ, പിന്നെ കുറച്ച് ബോഗിൻവില്ലാസൊക്കെ ഉണ്ട് കേട്ടോ. അതിലൊന്നും പൂക്കളില്ലാത്തതാണ് ഞാനതൊന്നും കാണിക്കുന്നില്ലേ. 10 മണിയുടെ കുറച്ച് കളക്ഷൻസ് ഉണ്ട്, അഗ്ലോണിമ ഉണ്ട്. അങ്ങനെ കുറച്ച് പ്ലാന്റ്സൊക്കെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഒന്നും നല്ല രീതിയിലൊന്നും അറേഞ്ച് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഗാർഡൻ അലങ്കോലമായി കിടക്കുകയാണ്. ഒരുപാട് ചെടികൾ പ്രൊപ്പഗേഷൻ ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നീണ്ട ഒരു പണി തന്നെയാണ് ഗാർഡനിൽ എനിക്കുള്ളത്. പിന്നെ കുറച്ച് പ്ലാന്റ്സൊക്കെ ഒന്ന് വാങ്ങി വെക്കേണ്ടതായിട്ടുണ്ട്. ആപ്പിൾ ഹാർട്ടിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൽ ഫ്ലവർ ഉണ്ടായിട്ടുണ്ട്. ഇത് കാർഡ്വെൽ ലില്ലി പ്ലാന്റ്. നല്ല ഭംഗിയുണ്ടല്ലോ ഇത് കാണാനായിട്ട്. ഇതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ പേര് എനിക്കറിയില്ല. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. എൻ്റെ ഗാർഡനിലെ ഗാർഡൻ അപ്ഡേറ്റ്സുകളും അതുപോലെ തന്നെ കുറച്ച് ഗാർഡൻ ടിപ്സുകളൊക്കെ തുടർന്നുള്ള വീഡിയോസിലൊക്കെ ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.